എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ പോലീസിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പച്ച വെളിച്ചം പിടിമുറുക്കി എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ആ സാമൂഹ്യ പ്രവർത്തകനായ ഡോക്ടർ ഭാർഗവറാം. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാർഗവറാം റെയിൽവേ പോലീസിലെ ഈ പച്ച വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നത്. സംഭവം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഈ കുറച്ച് ദിവസം മുന്നേ കോഴിക്കോട് പന്നിങ്കരയിൽ വെച്ചിട്ട് റെയിൽവേ ട്രാക്കിൽ വന്ദേ ഭാരത് ട്രെയിൻ വരുമ്പോൾ റെയിൽവേ ട്രാക്കിൽ കുറേ വലിയ കരിങ്കൽ കൂട്ടങ്ങൾ കൂട്ടിയിട്ട് 4-5 ചെറുപ്പക്കാർ ചേർന്നിട്ട്, അപ്പോൾ ഈ വന്ദേ ഭാരത് അതുവഴി കടന്നുപോയി. അപ്പോൾ വലിയ സൗണ്ടോട് കൂടിയാണ് കേട്ടോ വന്ദേ ഭാരത് കടന്നുപോയി. അതായത് പ്രദേശവാസികളൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ ട്രെയിൻ പോകുമ്പം ഇത്ര സൗണ്ട് വരാറില്ല, പക്ഷേ വലിയ സൗണ്ടോട് കൂടിയാണ് എന്താ പറയുക അന്ന് വന്ദേ ഭാരത് ആ പന്നിയങ്കരയിൽ ഏരിയയിൽ കടന്നുപോയെന്ന് സമീപ പ്രദേശത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ലോക്കോ പൈലറ്റിന് സംശയം തോന്നിയിട്ട് ആരോ ലോക്കോ പൈലറ്റിനെ വിവരം അറിയിക്കുകയും, അപ്പോൾ ലോക്കോ പൈലറ്റ് RPFന് വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ RPF പെട്ടെന്ന് അവിടെ എത്തുകയും അവിടെയൊക്കെ പ്രദേശങ്ങളൊക്കെ പരിശോധിക്കുന്നതിനിടയിൽ 5 ചെറുപ്പക്കാർ എന്താ പറയുക അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ പോലീസ് RPF ഇവരെ ഓടി പിടിച്ചു ഒരാളെ മാത്രമേ പിടിച്ചുള്ളൂ. അതായത് മടത്തിൽ വീട്ടിൽ നിഖിൽ, MV നിഖിൽ എന്ന് പറയുന്ന ഒരുത്തനെ മാത്രമേ പിടിച്ചുള്ളൂ. അപ്പോൾ ബാക്കി 4 പേര് രക്ഷപ്പെട്ടു. ആ 4 പേരുണ്ടല്ലോ, അപ്പോൾ നിഖിൽ എല്ലാ കാര്യങ്ങളും നിഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് RPFിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിങ്ങനെ വലിയ കരിങ്കല്ലുകൾ വന്ദേ ഭാരതിന് ട്രാക്കിലാണ് വരുന്നത് പ്രതീക്ഷിച്ച് അവിടെ വച്ചിരുന്നു. നിഖിൽ കുറ്റം സമ്മതിച്ചു. പക്ഷേ നിഖിൽ അതിൻ്റെ കൂടെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ കൂടെ ഉണ്ടായ 4 പേർ ഒരു പ്രത്യേക മതസമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പേരും നാളും ഡീറ്റെയിൽസും പിൻകോഡ് അടക്കം നിഖിൽ RPFിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. പക്ഷേ RPF ഉണ്ടല്ലോ, ഇവർക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ടല്ലോ. അതായത് ഇത്തരത്തിലെ ചില കുറ്റകൃത്യങ്ങൾ ഇവർ കേരളത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചില പ്രൊട്ടക്ഷൻ, അതായത് അവർക്ക് എന്തിൻ്റെ പ്രിവിലേജാണ് ഇത് കേരളത്തിലെ ആൾക്കാർ കൊടുക്കുന്നത്. അതായത് അവിടെയാണ് ഈ പച്ച വെളിച്ചത്തിൻ്റെ എന്താ പറയുക സാന്നിധ്യം ഈ ഭാർഗവറാം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ആ വ്യക്തികൾ രക്ഷപ്പെട്ട 4 പേരും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് ഈ കേസ്, അതായത് അധികം FIR പോലും ഇട്ടില്ല. ഒരു ഒക്കുറൻസ് റിപ്പോർട്ട് അല്ലാതെ ഒരു FIR പോലും പോലീസ് എന്താ പറയുക RPF അത് ഇട്ടില്ല. അപ്പോൾ അതിന് FIR പോലും RPF ഇട്ടില്ല. അപ്പോൾ അത് ഭാർഗവറാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4 പേര് ആ പ്രത്യേക മതവിഭാഗത്തിൽ നിന്നായതുകൊണ്ടാണ് എന്താ പറയുക ആ പോലീസിലെ RPFിലെ പച്ച വെളിച്ചത്തിൻ്റെ സ്വാധീനം കൊണ്ട് അത് തേച്ച് മായ്ച്ച് കളയാനാണ് പദ്ധതി എന്നാണ് ഭാർഗവറാം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇതുമാതിരി ഒരുപാട് സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ അതുകൂടി പറയുന്നുണ്ട്. അതായത് കുറച്ച് വർഷം മുന്നേ, ഏകദേശം 1.5 വർഷം മുന്നേ കോഴിക്കോട് ഫറോക്ക് വെച്ചിട്ട്, അതായത് ഒരു UP നോയിഡ സ്വദേശി, UP ആണോ ഡൽഹിയാണെന്ന് പറയുള്ളൂ, ഒരു നോയിഡ സ്വദേശി ഒരു സുഡാപ്പി പെട്രോൾ ഒഴിച്ചിട്ട് ട്രെയിനിന് തീ കൊടുക്കാൻ നോക്കിയില്ലേ. ട്രെയിനിന് അതായത് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ കയറിയിട്ട്, അതായത് എറണാകുളത്ത് പുറപ്പെടുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ കയറിയിട്ട് ആ പെട്രോൾ, അതായത് ബോട്ടിൽ പെട്രോൾ എടുത്തിട്ട് 2-3 ബോട്ടിൽ എടുത്തിട്ട് പാസഞ്ചേഴ്സിൻ്റെ ദേഹത്തൊഴിച്ച് തീ കൊടുത്തില്ലേ. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പൊള്ളലേറ്റിട്ടും ഒരാൾ പേടിച്ചിട്ട് എടുത്തൊരു ലേഡി എടുത്ത് ചാടി, ട്രെയിനിൽ നിന്ന് വെളിയിലോട്ട് ചാടി. അപ്പോൾ അങ്ങനെയാണ് അവർ മരണപ്പെടുന്നത്. അപ്പോൾ അന്ന് ആ സംഭവത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ പ്രതി രക്ഷപ്പെട്ടില്ലേ. അത് ഇത്രയും, അതായത് പട്ടാപ്പകൽ എന്താ പറയുക ഒരു സംഭവം ക്രൈം നടത്തിയിട്ട് ചുമ്മാ അങ്ങ് രക്ഷപ്പെടുകയാണ്. പക്ഷേ അന്ന് കേരള പോലീസിൽ IG ആയിരുന്ന P വിജയൻ്റെ എന്താ പറയുക ഇൻ്റലിജൻ്റായ ഒരു ഇടപെടലുകളാണ് എന്താ പറയുക ഈ പ്രതിയെ എന്താ പറയുക മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ വെച്ച് പിടികൂടാൻ സഹായിച്ചത്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ അവിടെ ഫറൂഖിൽ ഇറങ്ങിയിട്ട് പുള്ളി രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെട്ടു. അപ്പോൾ പുള്ളിക്ക് ലോക്കലി സഹായം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാണ്ട് ഈ പട്ടാപ്പകൽ ഒരു അറ്റാക്ക് നടത്തിയിട്ട്, പ്രത്യേകിച്ച് ട്രെയിനിൽ അറ്റാക്ക് നടത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ ആരും ഒരാൾ സഹായിച്ചിട്ടുണ്ട്. അടുത്ത ട്രെയിൻ കിട്ടാൻ വേണ്ടി അടുത്ത സ്റ്റേഷനിലേക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന്, അതായത് ആ പ്രദേശത്ത് നിന്ന്, ആക്രമണം നടത്തിയ ആ പ്രദേശത്ത് നിന്ന് പെട്ടെന്ന് ഇവിടത്തേക്ക് മൂവ് ചെയ്യിപ്പിച്ചതിന് ആരോടുള്ള പങ്കുണ്ട്, ആരോടെ സഹായിച്ചിട്ടുണ്ട്. അതും കേരള പോലീസ് അന്വേഷിക്കാതെ മുക്കിക്കളഞ്ഞു. അതായത് ആരാണ് ഇതിന് പിന്നിൽ, ആരെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ, ബാഹ്യമായിട്ടുള്ള ഒരു ഹെൽപ്പ് ആ പ്രതിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് ഒന്നും അന്വേഷിച്ചില്ല. ആ ഒരു ആംഗിൾ, ആ ഒരു വെട്ടികളൊന്നും ആ കേസ് അന്വേഷിച്ചില്ല. പിന്നെ അതിനുശേഷം ഇത് പ്രതിയെ പെട്ടെന്ന് പിടികൂടാൻ സഹായിച്ചത് ആരാണെന്ന് അറിയോ? ശരിക്കും NIA ആണ് രത്നഗിരിയിൽ വെച്ചിട്ട് ഈ എന്താ പറയുക ആക്രമണം നടത്തിയ സുഡാപ്പിയെ പൊക്കുന്നത്. അതായത് അന്ന് ഞാൻ ആദ്യം പറഞ്ഞ കേരള പോലീസിൽ IG ആയിരുന്ന P വിജയൻ പെട്ടെന്ന് ആക്രമണം നടന്ന ഉടനെ തന്നെ ഇവൻ്റെ കുറേ ഡീറ്റെയിൽസും ഫോട്ടോ ഇതൊക്കെ ശരിക്കും എല്ലാം NIAക്ക് അയച്ചു. അപ്പോൾ NIA എന്താ പറയുക ഇന്ത്യയിൽ മൊത്തം റെയിൽവേ എന്താ പറയുക റെയിൽവേയുടെ ഓഫീസിലേക്ക്, റെയിൽവേയുടെ ഇതിലേക്കൊക്കെ ഇവൻ്റെ ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. റെയിൽവേ പോലീസിന്, എല്ലാ റെയിൽവേ പോലീസിനും ഈ സംഭവം അയച്ചു കൊടുത്തു. പാരലലി NIAയും കൂടി ഇതിൻ്റെ ഭാഗമായി, അതായത് അവരെ പൊക്കാൻ വേണ്ടി എല്ലാ സഹായങ്ങളും, ടവർ ലൊക്കേഷൻ, അത് ഇത് എന്താ പറയുക ആ പാത്തിൽ ആരൊക്കെ പുതിയ ടവറിലോട്ട് വരുന്നു, ആരൊക്കെ പുതിയ ഫോൺ ഓഫ് ചെയ്യുന്നത്, ആരൊക്കെ എന്താ പറയുക പുതിയ ഓൺ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് ട്രാക്ക് ചെയ്ത് NIAയും കൂടി സഹായിച്ചിട്ടുണ്ടായിരുന്നു റെയിൽവേ പോലീസിനെ. അങ്ങനെ ഒരു പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അന്നത്തെ IG ആയ നമ്മുടെ P വിജയൻ എടുത്തത് കൊണ്ടാണ് അടുത്ത ദിവസം മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ വെച്ചിട്ട് ഈ എന്താ പറയുക ഈ സുഡാപ്പിയെ എന്താ പറയുക റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്.
സംഭവിച്ചത്. അപ്പോൾ കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? അതായത് അന്ന് പ്രൊയാക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് അന്ന് പിടിച്ചത് ആ പ്രതിയെ. അല്ലെങ്കിൽ ആ പ്രതിയെ ഒരിക്കലും പിടിക്കില്ല. മഹാരാഷ്ട്ര രത്നഗിരി ആ ബോർഡർ അതൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിടിക്കാനുള്ള സാധ്യത എന്താ പറയുക ഇല്ല. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും പിടികിട്ടില്ല. പ്രത്യേകിച്ച് തീവ്രവാദ ബന്ധമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും. എന്താ പറയുക പെട്ടെന്ന് തന്നെ എവിടെ വേണമെങ്കിലും പോവാം. അത്തരത്തിലുള്ള എന്താ പറയുക ഹെൽപ്പ് അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അന്ന് ഒരു പ്രൊയാക്റ്റീവ് സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് ആ പ്രതി പിടിക്കപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ ഈ പി വിജയന് കേരളത്തിന് കിട്ടിയതെന്നാണ് അതായത് സസ്പെൻഷൻ ആയിരുന്നു. അതായത് എന്താ പറയുക സംസ്ഥാന സർക്കാരിൻ്റെ എന്താ പറയുക അനുമതി ഇല്ലാതെ ഇദ്ദേഹം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കോൺടാക്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഈ പി വിജയൻ എന്ന് പറയുന്ന ആളെ കേരള പോലീസ് ഇത് സസ്പെൻഡ് ചെയ്തിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടി എടുത്തുകൊണ്ടാണ് അന്ന് എത്ര പിടിച്ചില്ലെങ്കിൽ ഒരിക്കലും പിടിക്കില്ല. അപ്പോൾ അത് കേരളത്തിലെ പച്ച വെളിച്ചത്തിൻ്റെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പി വിജയൻ എന്ന് പറയുന്നത് ഈ സസ്പെൻഷൻ കൊടുത്തത് എന്നാണ് പുറത്തു വരുന്നത്. കേരള പോലീസിൽ തന്നെ ഭയങ്കര പച്ച വെളിച്ചമാണല്ലോ. അപ്പോൾ ഇപ്പോൾ അതേമാതിരി RPFലും ഈ സുഡാപ്പികൾ കയറി നിറങ്ങിയാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കേരളത്തിൽ ഉടൻ തന്നെ ഒരു ട്രെയിൻ അട്ടിമറി. പ്രത്യേകിച്ച് അവർ നോട്ടിടുന്നത് വന്ദേ ഭാരതിനാണ്. നമുക്കറിയാം വന്ദേ ഭാരത് ഇപ്പോൾ എല്ലാ ദിവസവും പേപ്പർ എടുത്ത് വയ്ക്കുമോ, കേരളത്തിൽ ഒരു ദിവസം പോലും എന്താ പറയുക പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ വന്ദേ ഭാരതിനെതിരെ കല്ലെറിയാത്ത ഒരു ദിവസമില്ല. എല്ലാ ദിവസവും വന്ദേ ഭാരതിന് കല്ലെറിയുമാർ. അപ്പോൾ ഈ വന്ദേ ഭാരത് ഇറങ്ങിയ സമയത്തൊക്കെ കുറേ സുഡാപ്പികൾ, അതായത് വ്ളോഗേഴ്സിനൊക്കെ പൈസ കൊടുത്തിട്ട് ഈ വന്ദേ ഭാരതിനെ എന്താ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫുഡ് ശരിയല്ല, ഇതാണെന്ന് കക്കൂസ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാഡ് ഇംപ്രഷൻ സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കാൻ വേണ്ടി പണം കൊടുത്തിട്ട് ഈ സുഡാപ്പികളൊക്കെ ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സിനൊക്കെ വിട്ട് എന്താ പറയുക വന്ദേ ഭാരതിനെ ഡിഫെയിം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്താ പറയുക ഇപ്പം സംഭവിക്കാൻ പോകുന്നത്, ഇവർ വന്ദേ ഭാരതിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഉടൻ തന്നെ എന്താ പറയുക കേരളത്തിലൊരു വന്ദേ ഭാരതിൻ്റെ ഒരു വലിയ ദുരന്തം പ്രതീക്ഷിക്കുക. അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിന് പ്രൊയാക്റ്റീവായിട്ട് ഇടപെട്ടിട്ട് ആരൊക്കെയാണ് ഈ പച്ചവെളിച്ചം, ആരൊക്കെയാണ് എന്താ പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വന്ദേ ഭാരതിന് കല്ലെറിയുകയോ എന്തെങ്കിലും ട്രാക്കിൽ എന്തെങ്കിലും കല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിടുകയോ ചെയ്തിട്ട് എന്തെങ്കിലും FIR രജിസ്റ്റർ ചെയ്തില്ല, ആരാണ് ഇതിനൊക്കെ പിന്നിൽ, അതൊക്കെ കേസൊക്കെ തേച്ച് മായ്ച്ച് കളയാൻ ആരെങ്കിലും പോലീസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഉടൻ തന്നെ എന്താ പറയുക ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വന്ദേ ഭാരതിന് ഒരു വൻ ദുരന്തം പ്രതീക്ഷിക്കുക നമുക്ക്. അതായത് അത്രത്തോളം ഇവർ സഹിയിട്ടിരിക്കുകയാണ്. അതായത് പലതരത്തിലും ഇവിടുത്തെ ജിഹാദി എലമെൻസിനെ നാലുപാടും വളഞ്ഞിരിക്കുകയാണ് അവിടുത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ഒരു തരത്തിലും ഇവർക്ക് അനുവദിക്കാൻ ജീവിക്കാൻ അനുവദിക്കില്ല. അതായത് ഇന്ത്യക്കെതിരെ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി പ്രത്യേകിച്ച് കേരളത്തിലാണ് കൂടുതൽ. NIA ഏറ്റവും കൂടുതൽ അവരെന്താ പറയുക ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ പല മേഖലയും പച്ചവെളിച്ചത്തിൻ്റെ ഈ സാന്നിധ്യമുണ്ട്. നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് NIA ഉദ്യോഗസ്ഥരും ഈ എന്താ പറയുക നമ്മുടെ CRPF ജവാന്മാരൊക്കെ ഇവിടെ വന്ന് ഫ്ലൈറ്റും ഇതൊക്കെ ആയിട്ട് വന്ന് കേരള പോലീസിന് ഒരു വിവരം അറിയിച്ചില്ല. നേരെ ഇവന്മാരൊക്കെ തൂക്കിയെടുത്ത് ഡൽഹിയിൽ എത്തിയതിന് ശേഷമാണ് അവിടുത്തെ മീഡിയയൊക്കെ എന്താ പറയുക മോർണിംഗ് ന്യൂസിൽ ബ്രേക്ക് ചെയ്ത പുള്ളിക്കാരും ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, അതായത് ആഭ്യന്തരമന്ത്രിയായ സാക്ഷാൽ പിണറായി വിജയൻ പോലും അറിയുന്നത്. അപ്പോൾ അവർക്ക് അന്നേ അറിയാം ഇത്തരത്തിലെ വിവരങ്ങൾ എന്താ പറയുക ഇവന്മാരെ തൂക്കുന്ന വിവരങ്ങൾ കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ വിവരം എന്തായാലും ചോർന്നിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതേമാതിരിയുള്ള സെറ്റപ്പ് തന്നെയാണ് ആ ഒരു എക്കോസിസ്റ്റം അവർ കേരള റെയിൽവേ പോലീസിലും അത് കേരളത്തിലെ റെയിൽവേ പോലീസിനും അവർ ആ ഒരു ഇതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ജിഹാദി എന്തെങ്കിലും സെറ്റപ്പുകൾ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ഉടൻ തന്നെ എന്തെങ്കിലും ഒരു ട്രെയിൻ ദുരന്തം പ്രതീക്ഷിക്കാം. എന്തായാലും കേന്ദ്ര സർക്കാർ ഉചിതമായ ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.